നമസ്കാരം ഗൈസ്, എല്ലാവർക്കും ഫ്രാൻസിസ് ഗെയിമിൻ്റെ പുതിയ വീഡിയോസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ നമ്മുടെ സർവൈവൽ സീരീസില്ലേ അതിലാണ്. കുറച്ച് നാളായി എന്നെനിക്ക് തോന്നുന്നു വീഡിയോയിൽ ഞാൻ സർവൈവൽ സീരീസ് കളിച്ചിട്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ശരിക്കും ഞാൻ എന്നാ ചെയ്തതെന്ന് ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ അറിവ് ശരിയാണ്, നമ്മൾ നമ്മുടെ മറ്റേ ഇവനല്ലേ, ഇവന്മാരെല്ലാം എന്നെ ഇവിടെ നമ്മുടെ മറ്റേ എന്തായിരുന്നു NCT നമ്മൾ പോയിട്ട് കുറേ റെയ്ഡൊക്കെ ചെയ്തായിരുന്നു. ചത്തുപോയി, കാര്യം പറഞ്ഞാൽ ചത്തൊക്കെ പോയെങ്കിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടി. 11 ഡയമണ്ട്, 10 ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് മറ്റേ ചെസ്റ്റിൽ നിന്ന് കിട്ടിയതാ. 11 ഡയമണ്ട് ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഏതൊക്കെയോ രീതിയിൽ നമ്മളങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ ചെയ്തു. അമ്മരെ ഫുൾ ടൈം എൻ്റെ വീട്ടിലാണ്. അമ്മരെ ഇറക്കി വിടണമല്ലോ, ഇറക്കി വിട്ടാലോ. അറിയപ്പോടാ ഒരു എൻ്റെ ട്രേഡ് എന്നൊക്കെ ഉണ്ട്. അമ്മമാരെ ട്രേഡിന് ഉപയോഗിക്കാം. അമ്മമാർ ഇവിടെ എങ്ങനെ നിൽക്കട്ടെ, നമുക്ക് പിന്നെ അമ്മമാരെ ഇറക്കി വിടാം. അമ്മമാരെല്ലാം കണക്കാം, അമ്മമാരെ നമുക്ക് പിന്നെ ഇറക്കി വിടാം. നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ ഡയമണ്ട് ഇതുവരെ ഒരു ഫുൾ ആർമർ ആവാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ എന്നെ ഇപ്പം ചെയ്യാൻ പറ്റുക, നമുക്ക് ഒരു സ്റ്റോറേജ് റൂം സെറ്റപ്പ് ചെയ്യണം. ഇന്നിപ്പോൾ അതാണ് എൻ്റെ ഗോൾ. അതായത് ഒരു സ്റ്റോറേജ് റൂം സെറ്റപ്പ് ചെയ്തിട്ട് ചെയ്യുക. പിന്നെ നെതറിലോട്ട് എനിക്ക് പോകണമെന്നുണ്ട്. നെതറിലൊക്കെ ഒന്ന് പോയിട്ട് എന്നൊക്കെ ഉണ്ടെന്ന് എനിക്കൊന്ന് നോക്കണം, എന്നാലേ കാര്യമുള്ളൂ. നമുക്ക് നെതറിൽ പോവാം ഗൈസ്. കാരണം ഈ ഏൻഷ്യൻ സിറ്റി കയറി ഇറങ്ങി ചാവാൻ എനിക്ക് വയ്യ. എന്നെ മെനിക്കണെന്നറിയാം, ഇവൻ വന്ന് നമ്മുടെ തല്ലിക്കൊല്ലുന്നേ. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ഇവൻ വന്നു തല്ലിക്കൊന്നിട്ട് പോവും. നമ്മൾ സ്റ്റഫ് പോകുന്നതല്ലാണ്ട് വേറെ ഉപയോഗമൊന്നുമില്ല നമുക്ക്. അപ്പം ആദ്യത്തെ പരിപാടി സ്റ്റോറേജ് റൂമിനുള്ള സ്ഥലം സെറ്റ് ചെയ്യുക. നമുക്ക് ഈ പറഞ്ഞ എന്താണ് നമ്മുടെ നെതർ പോർട്ടൽ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെക്കാല്ലേ. നമുക്ക് വീടിൻ്റെ അകത്ത് വെക്കാൻ വലിയ താല്പര്യമില്ല, പുറത്ത് വെക്കാം നമുക്ക്. പിന്നെ ഡയമണ്ട് അവിടെ ഇരുന്നോട്ടെ. കുറേ കോബിൾ സ്റ്റോൺ ഉണ്ട്, കുറേ പിക്കാക്സ് ഉണ്ടാക്കണം. ഓക്കെ, കോബിൾ സ്റ്റോൺ വെച്ച് കുറേ പിക്കാക്സ് ഉണ്ടാക്കാം. നമുക്ക് ഇല്ലല്ലേ, സ്റ്റിക്കിനുള്ള അത്രയും വുഡില്ല. നമുക്കൊരു കാര്യം, അവിടെ 5 സ്റ്റിക്ക് ഉണ്ട്. നൈസ്, അത് മതിയാവും തൽക്കാലം. റീജനറേഷൻ ഇന്നലെ കിട്ടിയതാ, മറ്റേ സാധനത്തിൽ നിന്ന് കിട്ടിയതാ. അവിടെ പോയപ്പം കുറച്ച് പിക്കാസ് ഉണ്ടാക്കാം. 2 ഉള്ളൂ. ഇവിടെ ഉണ്ടാക്കാനാണ്. ഇവിടെ ഉണ്ടാക്കിയാൽ രസമായിരിക്കും. 3x3 വേണോ 9x9 വേണമെന്നാണ് ഇപ്പം എൻ്റെ സംശയം. 3x3 വെക്കുമ്പോൾ നമുക്ക് ചെസ്റ്റ് വെക്കുമ്പോഴത്തേക്കും ഭയങ്കര നാരമായിട്ട് പോകുന്നുള്ളതുകൊണ്ട് എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഒരു ഇതായി പോവായിരിക്കും. നോക്കട്ടെ, ഇത് പൊളിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. അല്ലെ പിന്നെ 4x3 5x3 എല്ലാം സെറ്റ് ചെയ്യായിരുന്നു. ഇവിടെ ഇങ്ങനെ പൊളിച്ചാൽ 3x3 വെച്ച് കഴിഞ്ഞാൽ സ്ഥലമില്ലല്ലോ നടക്കാൻ. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ പിന്നെ നമുക്ക് ഒരു ഇത്രയും വലിയ സെറ്റപ്പ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇതിൻ്റെ അകത്തോട്ട് ഇതിലിഞ്ഞ് നേരെ ഇങ്ങനെ കുഴിച്ച് പോകാൻ പിക്കാക്സ് വേണം അല്ലേ. ഓക്കെ, നമുക്ക് പിക്കാക്സ് എടുക്കാം. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും ഭാഗത്തുനിന്ന് നേരെ അങ്ങോട്ട് കുറേ കുഴിച്ച് പോവുക, എന്നിട്ട് കുറേ ചെസ്റ്റ് ഉണ്ടാക്കി ഇതിനകത്ത് വെക്കുക. നമ്മുടെ സ്റ്റോറേജ് സെറ്റപ്പ് അങ്ങനെ സെറ്റാക്കാം. ഇവിടെ ഇത് മൊത്തം പൊളിക്കാം. വേണ്ട ടോർച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു. അപ്പം ഇരുട്ട് ഇനിയിപ്പം ഓക്കെ, ഇരുട്ടിനുള്ള പ്രതിനിധി ആയിട്ടുണ്ട്. നമുക്ക് ഇരുട്ട് മാറ്റി നമുക്ക് ചെസ്റ്റും 3 എണ്ണമായുള്ള എന്നാലും വേണ്ടില്ല.
ചെസ്റ്റൊക്കെ നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കാം. എന്തായാലും വേണമല്ലോ. ഡബിൾ ചെസ്റ്റ് തന്നെ എനിക്ക് എൻ്റെ അറിവിൽ 10 എണ്ണം വേണം. ഡബിൾ ചെസ്റ്റ് അറ്റ്ലീസ്റ്റ് 10 എണ്ണം വേണം. 10 60 ചെസ്റ്റെങ്കിലും അറ്റ്ലീസ്റ്റ് വേണ്ടി വരും. കുറേ ഫുഡ് വേണ്ടി എടുക്കേണ്ടി വരും, അത് ശരിയാണ്. പക്ഷേ ഇപ്പം എങ്ങനെ ഇപ്പം ഓക്കേ. ഇതും കൂടെ ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് സെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ലാസ്റ്റ് സെറ്റ് ആവാൻ സാധ്യതയില്ല. കാരണം 1 2 ഇവിടെ ഒരു സംഭവം വരും. അതായത് നമ്മളിപ്പം പോയിന്റ് ഇടുക 1 2. അപ്പോൾ അവിടെ 2 ചെസ്റ്റ്, ഇവിടെ 2 ചെസ്റ്റ്, ഇപ്പം ഇവിടെ 2 ചെസ്റ്റ്. മൊത്തം എത്ര എണ്ണമായി? 1 2 3 4 5 6 ചെസ്റ്റായി. 7 8 9 10. ആകും. ഇപ്പം കൃത്യമാണ് സാധനം. 2 ചെസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ സാധനം കൃത്യമാണ്. ഓക്കെ, അപ്പം പാതിരാത്രിയിൽ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മ എടുത്തിട്ടടിക്കും. കേസ് ഇവിടെ ഒരു ചെസ്റ്റ് വേണം അല്ലേ? നമുക്ക് ഇനിയിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റുന്നേ? കുറച്ച് സാധനങ്ങൾ ഒപ്പിക്കണമല്ലോ. ഈ സാധനം നമുക്ക് ഇവിടെ നിക്ഷേപിക്കണം. ഇത് കൂട്ട് സാധനവും വേണം. എനിക്കൊരു ഡിസൈൻ എന്ന് പറയാൻ പ്രത്യേകിച്ച് ഡിസൈനുകളൊന്നുമില്ല. പക്ഷേ ഡിസൈനുകൾ എന്ന് പറയാൻ പ്രത്യേകിച്ച് ഡിസൈനൊന്നുമില്ല. അതായത് നമ്മളിവിടെ ഇതിന് പകരം എൻ്റെ ഉള്ളിലോട്ട് കയറി ഇത്തിരി മെനക്കെട്ട പിടിച്ച പരിപാടിയാണ്. എന്നാലും ഇടയ്ക്ക് സാധനം നമുക്ക് പണി തരുമല്ലോ. ഓക്കെ, എൻ്റെ ബാക്കിൽ ആ സാധനം വെച്ചിട്ട് ഈ സാധനം ഇങ്ങനെ വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ വുഡൻ സ്റ്റെയർ വെക്കണം. മണ്ടയിൽ ഇങ്ങോട്ട് നേരെ വെച്ച് വുഡൻ സ്റ്റെയർ വെക്കണം. അപ്പം ഏകദേശം കാണാൻ ഒരു സെറ്റപ്പ് ഉണ്ടാവും. ഇവിടെ ഒരു ചെസ്റ്റ് വെക്കുക, ഇവിടെയും ചെസ്റ്റ് വെക്കുക, മണ്ടയിൽ നമുക്ക് മറ്റേ സ്റ്റെയർ വെക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിക്കണേ. നമുക്ക് അതിനായിട്ട് കുറച്ചുകൂടെ നമുക്ക് എന്ത് വേണം? വുഡ് വേണം അല്ലേ? വുഡ് നമുക്ക് പെട്ടെന്ന് മരം അങ്ങ് അപ്രതീക്ഷമായിപ്പോയി. എവിടെ പോയെന്നറിയത്തില്ല, പക്ഷെ അപ്രതീക്ഷമായിപ്പോയി. നമുക്ക് വേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടോ? അതവിടെ ഇരുന്നോട്ടെ, നമുക്ക് അതങ്ങ് നട്ടേക്കാം. ഇല്ല പിന്നെ എനിക്ക് പ്രകൃതി എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു വികാരമാണ്. മൈ വീക്ക്നെസ് പ്രകൃതി. അമ്നീഷ്യ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. 1 2. ഓക്കെ, ഇതുപോലെ നമുക്ക് ഇത് വേണം. 1 2 3 4 5 6 7 8 കുറേ വേണമല്ലേ? എണ്ണാൻ മടി. ഒക്കെ ഉണ്ടാക്കിയേക്കാം. എത്ര വേണേലും എന്നാ എന്തായാലും ഉണ്ടാക്കണം. പിന്നെ ഉണ്ടാക്കിയേക്കാം. ഇവിടെ കുറേ ഇതേ. ഓക്കെ ഓക്കെ, ഇത്രയും മതിയായിരിക്കൂലേ? ഈ 16 തന്നെ ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് കുറേ ചെസ്റ്റ് ഉണ്ടാക്കണം. ചെസ്റ്റ് എവിടെ? ചെസ്റ്റ് എവിടെ? യെസ്, ചെസ്റ്റ്. ഓ കമോൺ, ഇടയ്ക്ക് ലാഗ് അടിക്കുന്നുണ്ടോ? 24 ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് വെച്ച് നോക്കാം. ചെസ്റ്റ് 24 ചെസ്റ്റ് ഒന്നും പോരാ, അത് വേറെ കാര്യം. 24 ചെസ്റ്റ് കൊണ്ടൊന്നും ആവുകയല്ല. എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന്. അതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ തന്നെയാണ്. യെസ്, ഇവിടെ ഇങ്ങനെ വെച്ച്, ഇവിടെ ഇങ്ങനെ വെച്ച്. അയ്യോ, അവിടെ അങ്ങനെ അല്ല കേട്ടോ. അയ്യോ, തെറ്റിപ്പോയി. ഇവിടെ ആയിരുന്നു, എൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഞാൻ കേസേ വിട്ടുപോയി. ഞാൻ 2 എണ്ണം ഒന്ന് വിചാരിച്ചോണ്ടിരിക്കുക. ഓക്കെ, അപ്പം ഇവിടെ വെച്ചിട്ട് ഇത് പൊളിക്കണം. ഇവിടെ ഇത് വെക്കാൻ വേണം. ഹൈ, പക്ഷേ എന്തോ ലാഗ് അടിക്കുന്നുണ്ടല്ലോ.
എന്തോ സീനുണ്ടല്ലോ, എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അതും വെച്ചു. ഇനി ഇത് രണ്ടും കൂടെ പൊട്ടിച്ചെടുക്കാം. പൊട്ടിച്ചെടുക്കണ്ടായിരുന്നു രണ്ടെണ്ണം. ഇതോടെ വെച്ചു. ഇവിടെയും ഇവിടെയും ഇവിടെയും. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് ഒന്നുമല്ല. നമുക്ക് ഇനിയും കിടക്കുവാണ് കുറേ. ഇനിയും നമുക്ക് ക്രാഫ്റ്റ് ചെയ്യണം അല്ലേ? എവിടെ ക്രാഫ്റ്റിൻ്റെ ഉണ്ട്? വുഡ് തീർന്നോ? കുറച്ചുകൂടെ ഉണ്ട്. വുഡ് തീർന്നു. അയ്യോ, വുഡ് തീർന്ന പണിയാണല്ലോ. നമുക്ക് വുഡ് അതിന് മാത്രം പോരാ. നമുക്ക് സ്റ്റെയറൊക്കെ ഉണ്ടാക്കാൻ വേണം. കാര്യം പറഞ്ഞാൽ നമ്മുടെ മണ്ടവശം ഒന്ന് ഡെക്കറേറ്റ് സെറ്റാക്കി എടുക്കാൻ നമുക്ക് സ്റ്റെയറും കാര്യങ്ങളൊക്കെ വേണം. കാര്യം പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇത്ര ആയിട്ടുണ്ട്. 3 സ്റ്റാക്കോളം ഉണ്ട്. മതിയാവുമായിരിക്കും അല്ലേ? ഉദ്ദേശിക്കുന്ന രീതിയാണെങ്കിൽ ഇത് മതിയാവുമായിരിക്കും. ഇത് എന്തോരം ആവും? ഇത് മതിയാവല തീരെ മതിയാവില്ല. 26 ഒന്നും പോരാ. നമ്മൾ നേരത്തെ എത്ര എണ്ണം എടുത്ത്? 26 പോരാ. ഓക്കെ, എന്നാലും അത്രയും കംപ്ലീറ്റ് ആയില്ലേ? ഇത്രയും കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ സാധനം പൊളിക്കണം. വുഡൻ വെക്കണോ എന്നുള്ളതാണ് ഇനി എൻ്റെ സംശയം. അതായത് ഇവിടെ ഞാൻ സ്റ്റെയർ വെക്കുന്ന കാര്യം പറഞ്ഞില്ല. അത് വുഡൻ വെക്കണോ അതോ മറ്റേ ഇത് തന്നെ വെച്ചാൽ മതിയോ? ഉടനായിരിക്കുമോ കുറച്ചുകൂടെ നല്ലത്? അതോ ഇതുപോലെ ബാരിയർ വെക്കണം. എന്നിട്ട് ഇവിടെയായിട്ട് ഞാൻ കാണിച്ചു തരാം. അവരുടെ സ്റ്റോൺ കട്ടർ എടുത്തില്ലായിരുന്നു, അതും പോയേനെ. അവിടെ സ്റ്റോൺ കട്ടർ യെസ്, സ്റ്റോൺ കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ 3-4 വെച്ചിട്ടുള്ള പരിപാടിയില്ലേ, അതിൻ്റെ ആവശ്യം വരികയില്ല. കാണിച്ചു തരാം. ചൂസ് ഇറ്റ്. ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്ന് കിട്ടും. ഇല്ലേ ഒരുമാതിരി മറ്റേ പരിപാടിയാന്നേ. എന്നാ ഉദ്ദേശിച്ചത് ഇങ്ങനെ വേണ്ട. അതിന് വുഡാണോ നല്ലത് ഇതാണോ നല്ലതെന്നുള്ള സംശയമുള്ളൂ. ഇത് മതിയാണെങ്കിൽ തോന്നുന്നു. എന്താണ് രാവിലെ ഗുളിക കഴിക്കാൻ മറന്നു ചെന്നുകൊണ്ട്. ഓക്കെ, അത് വെച്ച് ഇവിടെ അതുപോലെ തന്നെ ഇങ്ങനെ വെക്കുക. നല്ല സൈനല്ലേ? നല്ല സൈല്ലേ? ഇവിടെ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞു. ഇതും പൊളിച്ചിട്ട് അങ്ങനെ തന്നെ വെക്കണം. എന്നാലേ ആ കണ്ടിന്യൂവേഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് ജസ്റ്റ് ഇവിടെ വെച്ചു ഇവിടെ ഇങ്ങനെ വെച്ചു. ഓക്കെ, അപ്പം ഏകദേശം ഒരു സെറ്റപ്പൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിനിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാരൽ ഉണ്ടാക്കണം. പിന്നെ പറഞ്ഞ പോലെ തന്നെ കുറേ വുഡ് വേണം. കാരണം അടി മുതൽ മണ്ട വരെ നമ്മൾ പൊളിക്കുകയാണ്. നമ്മൾ പൊളിച്ചിട്ട് ഫുള്ള് വുഡാക്കുകയാണ്. പിന്നെ കാര്യം വിട്ടുപോയി. ബോണുണ്ട്. നമുക്ക് അത് മതിയല്ലോ. ബോൺ മതിയല്ലോ. 16 ബോൺ. 16 അല്ല, 18. ഓക്കെ, നമുക്കങ്ങനെ ഈ സാധനം ഒരു ഇത്രയും മതിയായിരിക്കും. നോക്കാം. അതവിടെ അയ്യോ എവിടെ പോയി? പോരെ. എന്നാ പിന്നെ ബാക്കിയും കൂടെ നമുക്ക് ഇതാക്കാം. യെസ്, ഇത് നമുക്ക് കട്ട് ഓൺ ചെയ്യാം. 3 കാണാന്നോടത്ത് നിൽക്കണ്ടേ? 3, 2, 1. കുറച്ച് പരിപാടിക്ക് വേണ്ടി മാറിയതാണ്. ചത്തു. എൻഡർമാനോ? ഞാൻ എടാ ഞാൻ ഇങ്ങനെ എൻഡർമാന് ചേട്ടൻ്റെ ബന്ധം. ഞാൻ ഇങ്ങനെ എൻഡർമാനെ കെട്ടി ചാവുന്നേ, അതെനിക്ക് മനസ്സിലായില്ല. ഇവിടെ ഞാൻ വീടിൻ്റെ അകത്ത് കേൾക്കണം. ഞാൻ വീടിൻ്റെ അകത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ നിർത്തിയിട്ടാണ് ഞാൻ പോയത്. പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ചത്ത് കിടക്കുന്നു.
സ്ലെൻഡ് ബൈ എൻഡർ ഡ്രാഗൺ. എൻഡർ ഡ്രാഗൺ അല്ല, സോറി, എൻഡർമാൻ. എടാ അതെങ്ങനെ എൻഡർമാൻ എങ്ങനെ? അതെനിക്ക് മനസ്സിലാവത്തേ എല്ലായിരത്ത് എൻഡർമാനെ എങ്ങനെയോ ഞാൻ നോക്കി ചത്തു. അതെങ്ങനെയാണെന്ന് എനിക്കും മനസ്സിലായില്ല. ആ പോട്ടെ, നമുക്ക് ബാക്കി പണി കണ്ടിന്യൂ ചെയ്യാം. എനിക്ക് വുഡ് എടുക്കാനുണ്ടല്ലേ, വുഡ് എടുത്തില്ലായിരുന്നു. റെക്കോർഡിങ്ങിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഇത് വന്നിട്ട് ഞാൻ അങ്ങ് മാറിയതാണ്. അപ്പം വുഡ് ഞാൻ കളക്ട് ചെയ്തില്ല. വുഡ് കളക്ട് വരാം. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഓരോ പരിപാടി ഇറങ്ങിയേക്കാം. ഇനിയും ഉണ്ടോ ഇവിടെ? പൊതുവെ ഒരുത്തൻ അവിടെ. എനിക്ക് ബ്ലാസ്റ്റർ റെസിസ്റ്റൻസ് ഉണ്ട്, പേടിക്കണ്ട. പോടാ, എനിക്ക് ബ്ലാസ്റ്റർ റെസിസ്റ്റൻസ് ഉണ്ടടാ. അതാണ് എൻ്റെ നമ്മുടെ ഈ സീരീസിൻ്റെ മെയിൻ ഗോൾ. അതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബിൽഡൊക്കെ ചെയ്യാം. ഏത് നമുക്ക് ബിൽഡുകൾ കുറേ ചെയ്യാനുണ്ട്. നമ്മളെ ഇപ്പോൾ ഉള്ള പോലെ ഒന്നുമല്ല, നമ്മൾ കിടക്കച്ച് ബിൽഡൊക്കെ ചെയ്യുന്ന ആളാണ്. ഒരു മിനി സ്കെയിലിൽ ചെയ്യുന്ന ആളാണ് നമ്മൾ. വലിയ ബിൽഡുകൾ കാണും, അതിൻ്റെ ചെറിയ മിനി സ്കെയിലിൽ ഞാൻ ചെയ്യുന്ന ആളാണ്. ഞാൻ എൻ്റെ വേറൊരു വേൾഡിൽ ഞാൻ ആനിമി കാണും. അപ്പം യുവർ നെയിം കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയില്ല, യുവർ നെയിം കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ നമ്മുടെ സ്ഥലത്ത് ഇത്തോമോറി ഇല്ലേ, നമ്മുടെ മീറ്റ്സുഹാടെ വീടുള്ള ആ സ്ഥലം ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഒരുവിധം. അതായത് എന്നാ പറയുന്നത്, മറ്റേ ഷ്രൈൻ ഉണ്ടാക്കിയില്ല, മറ്റേ അവരാ ട്രഡീഷണൽ ഡാൻസ് കളിക്കുന്നൊരു ഇതില്ലേ, അത് ഷ്രൈൻ അല്ലല്ലോ, എന്നാ അതിന് വേറൊരു പേരല്ലേ. അപ്പം ആ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വീട്, മീറ്റ്സുഹാടെ വീടുണ്ടാക്കി. പിന്നെ എന്നായിരുന്നു, അപ്പം മറ്റേ ഇത്തോമോരി എലമെൻ്ററി സ്കൂള്, പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ മറ്റേ മേയറിൻ്റെ ഓഫീസില്ലേ, അതുണ്ടാക്കി. ഏകദേശം നമ്മൾ കുറേ സാധനം ഉണ്ടാക്കി. കാര്യം പറഞ്ഞാൽ അതായത് ഒരു സൈഡേ ആയിട്ടുള്ളൂ. ഇനിയും ഉണ്ടാക്കാനുണ്ടെന്നാണ് എനിക്കറിയാവുന്നത്. അതായത് അതുപോലെ തന്നെ മറ്റേ നമ്മുടെ അവർ സ്കൂള് വിട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഫീൽഡ് ഉണ്ടല്ലോ, ആ ഫീൽഡ്, ആ ബ്രിഡ്ജ് ഉണ്ടാക്കി, ഫീൽഡ് ഉണ്ടാക്കി. ഇനി നമ്മൾ ഉണ്ടാക്കേണ്ടതും ബാക്കി ഭാഗം അതിൻ്റെ കറങ്ങി വരുന്ന അവിടെ ഇത്തോമോറി ഹൈസ്കൂൾ സെറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഞാൻ ഒരു വീഡിയോ സെപ്പറേറ്റ് ഇടണം നോക്കി പറഞ്ഞാൽ മതി, ഞാൻ ഇട്ടേക്കാം. എനിക്ക് അതിങ്ങനത്തെ ഒരു സാധനം ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മൊത്തം ഉണ്ടാക്കിയില്ല, അതായത് ചുമ്മാ ഒരു വേൾഡിൽ കയറി. എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു സ്ഥലം കിട്ടി. അതായത് മറ്റേ ഏകദേശം ഒരു സ്പോട്ട് കിട്ടി. അതായത് ഇത്തോമോറി ലേക്കില്ലേ, അതേ ബേസ് ചെയ്തൊരു സ്പോട്ട് കിട്ടി. സ്പോട്ട് കിട്ടി, അതോടെ സ്പോട്ട് കിട്ടുകയും കാച്ചുകയും കൂടി ആയിരുന്നു. സെറ്റാക്കി എടുത്ത് ഞാൻ. ആ ഷെയ്ഡറൊക്കെ ഇട്ടവിടെ ഭയങ്കര രസമായിരുന്നു. സത്യം പറഞ്ഞാൽ ഷെയ്ഡറൊക്കെ ഇട്ടപ്പം ഭയങ്കര ഇത്തോമോറി എന്നൊക്കെ പറഞ്ഞ് തിളങ്ങി നിൽക്കുമായിരുന്നു. ആ മിക്സികളുടെ വീടും കാര്യങ്ങളും എല്ലാം തിളങ്ങി നിൽക്കുമായിരുന്നു. പക്ഷേ ചില ഭാഗങ്ങളൊന്നും അത്ര കംപ്ലീറ്റ് ഒന്നുമല്ല. അവിടെ എന്നാ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടായിരിക്കും ഞാനവിടെ ചില ഭാഗങ്ങളൊക്കെ എംറ്റി ആയിട്ട് കിടക്കുന്നതാണ്, ചില ഭാഗങ്ങളൊക്കെ. പിന്നെ ഞാൻ ഒരു മാപ്പ് കണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഇതുണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ യൂട്യൂബിൽ നോക്കി. ഇതിനു മുമ്പ് ആരെങ്കിലും ഇത്തോമോറി മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന്. ഏതോ ഒരു പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആ മാപ്പ് കയറി കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനമായിരുന്നു. ഫ്രണ്ടിലുള്ള ആ മാപ്പിൻ്റെ ഫ്രണ്ടിൽ ആ ലേക്കിൻ്റെ സൈഡിലായിട്ടൊരു പാർക്കുണ്ട്. ഞാനതങ്ങ് ഉണ്ടാക്കി അവിടെ സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി. അവിടെ വേറെ എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ മാപ്പുമായിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഭയങ്കര ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട് അതിൻ്റെ ഉണ്ടാക്കിക്കുന്നത്.
അത്രയും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വേറെ സെപ്പറേറ്റ് വീഡിയോ ഇടാം കാണിച്ചത്. അതൊരു നല്ല രസമാണ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. ഓക്കെ, അങ്ങനെ അത് സെറ്റായി. ഈ നടുഭാഗം ഇങ്ങനെ തന്നെ ഇരുന്നാലോ, ഒരു പ്രത്യേക രസമുണ്ട് കണ്ടിട്ട്. എത്ര ബ്ലോക്ക് ഡിഫറൻസ് ഇല്ല, 3 ബ്ലോക്ക് ഡിഫറൻസ്. 1 2 3. ഇവിടെ നമുക്ക് വേറെ സാധനത്തിൽ വെച്ചാൽ മതി. വേറെ അല്ലാതെ വേറെ സെറ്റ് ഒന്നും ചെയ്യേണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇതിൻ്റെ മണ്ടവശം പൊളിക്കണ്ട. നമുക്ക് കുറച്ച് സ്റ്റെയർ ഉണ്ടാക്കിയിട്ട് പറഞ്ഞ സ്റ്റെയറിൻ്റെ കാര്യം പറഞ്ഞു. ഒരു 4 ചെസ്റ്റ് കൂടെ ഉണ്ടാക്കണം അല്ലേ? 4 ചെസ്റ്റ് കൂടെ ഉണ്ടാക്കണം, എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. 1 2 3 4 ചെസ്റ്റ് ഉണ്ടാക്കിയാലേ സാധനം കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? 4 ചെസ്റ്റ് അല്ലേ? അതെ, 4 ചെസ്റ്റാണ്. ഓക്കെ, 4 ചെസ്റ്റ് അത് കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ തുളയിടേണ്ട ഭാഗങ്ങളൊക്കെ നമുക്ക് തുളയിട്ട് വെച്ചേക്കാം. അവിടെ തുളയിടണ്ട, അവിടെ ഓൾറെഡി സാധനം സെറ്റാണല്ലോ. ഇവിടെ തുളയിടണം. ഓക്കെ, ഇവിടെ എല്ലാം നമുക്ക് മറ്റേ സാധനം വെക്കാം. ഏത് പിന്നെ എൻ്റെ പേരെന്നാ? ബാരല്ലേ? ഓ, ഇനി 4 വേണ്ട, 2.5 മതിയില്ലേ? 2.5 മതി. ഇവിടെ ഓക്കെ. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി തന്നെ ചെയ്യണ്ടേ? മണ്ടേ കൂടെ സ്റ്റെയർ വെക്കണം, വുഡൻ സ്റ്റേഴ്സ് വെക്കണം ഗൈസ്. അതാണ് നമ്മുടെ മെയിൻ ചലഞ്ച്. ഒരെണ്ണം കൂടെ ഉണ്ട്, അത് തീർത്ത് കിട്ടും. ഓക്കെ, അവിടെ വെച്ചു. അങ്ങനെ അത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്ലോർ ചെയ്തു, ഇതെല്ലാം ചെയ്തു. ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആവാറായി. എന്താണ്, മണ്ടയിലും കൂടെ നമുക്ക് വുഡ് വെക്കണം. വുഡൻ പ്ലാങ്ക്സ് നമുക്ക് മണ്ടയിലും കൂടെ നിരത്തി വെച്ച് കഴിയുമ്പം ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾമോസ്റ്റ് എനിക്ക് എൻ്റെ പ്ലാന് സിമ്പിളാണ്. എവിടെ വീട്ടൊരു സാധനം ഉണ്ടായതല്ലോ? അതല്ലേ. ഇത് കുറേ അങ്ങ് എടുക്കുക. പ്ലാൻ ഈസ് റിയലി സിമ്പിൾ. ഇത് കണ്ട, ഇവിടെ സ്റ്റോൺ സ്റ്റെയറിൻ്റെ മണ്ടയിൽ കൂടെ മാത്രം പിന്നെ ഇതൊക്കെ മാറുവാണല്ലോ. ഓക്കെ, ഇതിങ്ങനെ വെക്കും. ഭംഗിയാണ് സ്പോർട്സ് ഫുഡിന്. നമുക്ക് കുറച്ച് ഡീപ് സെറ്റയുടെ മിച്ചം ഉണ്ടല്ലോ ഗൈസ്. നമുക്ക് കാര്യം ചെയ്താലോ? നമുക്ക് എന്നിട്ട് ഇതിങ്ങനെ അങ്ങ് വെക്കുക. ഏത് രസമല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഇത് വെക്കുക, ഇതിങ്ങനെ വെക്കുക. നമ്മൾ ഇത്രയും സെറ്റപ്പാക്കി എടുത്ത് കണ്ട, ഇത് പിന്നെയും ബെറ്റർ. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി നെതർ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക. ഇപ്പം ഓൾമോസ്റ്റ് ഒരു റൂം ലുക്ക് ഉണ്ട്. നമ്മൾ എത്തുന്ന ഒരു വുഡ് കിട്ടില്ലല്ലേ? മറന്നുപോയി, ഞാൻ കണ്ടില്ല. ഞാൻ ഓക്കെ, എല്ലാം സെറ്റായിട്ടുണ്ട്. കോഴിക്കുഞ്ഞ് ചിച്ചര്. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് താഴെ കമൻറ്റ് ചെയ്യുക എന്നാ നമ്മൾ മറ്റേ വീഡിയോ ചെയ്യണമെന്നുള്ളത്. ഏത് നമ്മുടെ ഇത്തോമോറി അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ അത് ഒന്നിച്ച് കംപ്ലീറ്റ് ചെയ്യാം. സോ ഞാൻ പിന്നെ ഒരു ട്രോൾ സീരീസോ അല്ലെങ്കിൽ ഒരു സർവേ മൾട്ടിപ്ലെയർ സീരീസോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നമ്മളെ വ്യൂവേഴ്സിൽ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ബെഡ് റോക്ക് കളിക്കുന്ന പ്ലെയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക, നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. ആൻഡ് ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ? ഇത്രയൊക്കെ തന്നെ ഉള്ളൂ.
खत्म, बाय बाय, टाटा, गुड बाय, गया।